മക്കളെ, ഇപ്പം നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങളുടെ വെക്കേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്, നമ്മളുടെ +1 നീറ്റിന് പ്രിപ്പയർ ചെയ്ത മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്ത മക്കളാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് നീറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ +1 ടോപ്പിക്സ് നിങ്ങൾക്കിപ്പോൾ റിവൈസ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ഓക്കെ, നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ +2 എല്ലാ കാര്യങ്ങളും കൂടെ ആയിരിക്കും ഒരുമിച്ച് വരുന്നത്. നിങ്ങളുടെ +2 സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, പ്രാക്ടിക്കൽ എക്സാം, ലാബ്, അതിൻ്റെ മോഡൽ എക്സാം, ഇതിൻ്റെ കൂടെ നമുക്ക് +1 നീറ്റിൻ്റെ ഭാഗങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ +1 ടോപ്പിക്സ്, അതായത് നീറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മളുടെ എക്സാമിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ നീറ്റിന് പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ നോട്ട്സ്, ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ ആ നോട്ട്സൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും, ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പൃഥ്വി ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ DPP ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു DPP ഒക്കെ എടുക്കുക, അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹോൾ ചാപ്റ്റർ കവർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ തന്നെ ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലുള്ള മക്കളായിരിക്കും, മിസ് ഞാൻ +1 ഇതുവരെ നീറ്റിന് പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് +2 പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മിസ് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങളൊന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് പഠിക്കുന്നത്. +2 ഇല്ലെങ്കിൽ +2. അപ്പോൾ +1 ടോപ്പിക്സ് എന്ത് ചെയ്യും, +1 ടോപ്പിക്സ് നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അതായത് നിങ്ങൾ ഓൾറെഡി NCERT പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേറെ പല ക്വസ്റ്റ്യൻസും ചെയ്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കാതെ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻസ് ചുമ്മാ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. ആ അറിയാത്തൊരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കാതെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ +1 ചാപ്റ്റേഴ്സ് ഒന്ന് റിവിഷൻ ആവുകയും ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ നീറ്റ് പാറ്റേൺ ഒന്ന് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ, നമ്മൾ എന്തൊക്കെയോ പഠിച്ച ഒരു ഫീലോട് കൂടി നമുക്ക് +2 പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ചുമ്മാ വെക്കേഷൻ ഇങ്ങനെ വെറുതെ ചില്ലടിച്ച് ഉറങ്ങി കളിച്ച് തീർക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എഫക്റ്റീവായിട്ട് കൂടെ, നമ്മൾ ഓൾറെഡി ഈ ഒരു +1 കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും മറന്നു പോവാതെ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കാത്ത രീതിയിലാക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് റിവിഷനും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ നിങ്ങൾ എഴുതാൻ പോകുന്ന നിങ്ങളുടെ നീറ്റ് എക്സാമിന് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ റിവിഷനൊന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും നിങ്ങളിനി +2 പഠിക്കുമ്പോൾ. യെസ്, ഓൾ ദി വെരി ബെസ്റ്റ്.